മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇവൾക്ക് ഇത് എന്താ പറ്റിയത്? സാധാരണ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു യാത്രയെങ്കിലും പറയാറുണ്ട്. ഇന്ന് അതുപോലും പറയാതെ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഇനിയിപ്പോൾ കുറച്ചു മുന്നേ വഴക്ക് പറഞ്ഞതിന് പിണങ്ങിയിട്ടുണ്ടാകുമോ? അങ്ങനെ ഇപ്പൊ എന്തിനാ പിണങ്ങുന്നത്? ഞാൻ ഇതിനു മുന്നേ ഇതിനപ്പുറം അവളെ പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഇത്തവണ വഴക്ക് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണു നിറയുന്ന കണ്ടു. അതൊന്ന് സമാധാനത്തിൽ സംസാരിച്ചു മാറ്റണമെന്ന് കരുതിയെങ്കിലും പിന്നീട് വന്ന ഫോൺ കോളിന്റെ ശ്രദ്ധയിൽ മറന്നുപോയി. ഷേ, ആകെ മൊത്തം വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഹാരി സ്റ്റിയറിംഗിൽ പോയി കൈയടിച്ചു. ഇതിപ്പോ വഴക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓൾറെഡി ലേറ്റായ ധൃതിയിൽ ചിലപ്പോൾ തന്നെ ഒന്ന് നോക്കി ബൈ പറയാൻ മറന്നുപോയതായിരിക്കും അവള്. അവനും മനസാക്ഷിയും തമ്മിൽ നടന്ന പോരാട്ടത്തിനപ്പുറം അവൻ ആകെ അസ്വസ്ഥനായിട്ടാണ് അവിടെ നിന്നും വണ്ടിയെടുത്തത്. അന്ന് വൈകുന്നേരം സ്കൂളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താമസിച്ചാണ് ഹരി വീട്ടിലെത്തിയതും. നാമം ചൊല്ലി ഒഴിഞ്ഞ വിളക്കുമായി അച്ഛൻ അകത്ത് കയറി പോകുന്ന കണ്ടുകൊണ്ടാണ് അവൻ പടിചട്ടി അകത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും കുഞ്ഞു പെണ്ണ് ഓടി കയ്യിലേക്ക് എത്തിയിരുന്നു. അരി കിന്ത ജോയ് മേച്ചോ? അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടാണ് ചോദ്യം. സംഭവം സോപ്പാണ് എന്നറിയാമെങ്കിലും അവൾ അങ്ങനെ ചെയ്തതും ഹരി ചിരിച്ചുകൊണ്ട് പെണ്ണിന് കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ഞാനെന്തിനാ നിനക്ക് കിൻഡർ ജോയ് വാങ്ങിച്ചു തരുന്നത്? നിനക്ക് ഹരി ദുഷ്ടനല്ലേ? അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനങ്ങനെ ചോദിച്ചതും പെണ്ണിന്റെ മുഖം തന്നെ മാറി. ആര് പറഞ്ഞു ഹരി ദുസ്തനാന്ന്? എന്റെ ഹരി പാവല്ലേ, സൂപ്പറല്ലേ, സ്പൈഡർമാൻ അല്ലേ? പിന്നെ അവൾ ചൂണ്ടുവിരൽ താടിയിൽ തൊട്ടുകൊണ്ട് എന്തോ ഓർക്കും പോലെ നിന്നതും, എന്റെ ഹരി, നീ ആ കള്ളിപ്പെണ്ണിന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ കൊടുത്തേര്. അല്ലെങ്കിൽ നിന്റെ മോള് തള്ളി തള്ളി നിന്നെ ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആക്കിക്കളയും. അച്ഛൻ അവളെ കളിയാക്കി പറയുമ്പോഴും കുഞ്ഞിപ്പെണ്ണിന്റെ വിടർന്ന കണ്ണുകളും ആകാംക്ഷയും അത്ഭുതവും ഒക്കെ ഒളിപ്പിച്ചു വെച്ച പോലെയുള്ള പെണ്ണിന്റെ സംസാരവും ഒക്കെ കൂടി കേട്ടതും ഹരി ആ കുഞ്ഞിക്കവളിൽ മാറി മാറി ഉമ്മ കൊടുത്തു പോയിരുന്നു. ഒപ്പം കയ്യിലിരുന്ന കിൻഡർ ജോയ് കൊടുക്കുകയും ചെയ്തു. അല്ലേലും എന്റെ ഹരി സൂപ്പറാ. ഒരിക്കൽ കൂടി ആ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പെണ്ണ് പിടഞ്ഞ് താഴേക്കിറങ്ങി. ആകെ മുഷിഞ്ഞില്ലടാ, ചെല്ലി കുളിച്ചിട്ട് വാ. മാഷച്ചൻ അങ്ങനെ പറയവേ അവൻ തലയൊന്ന് കുലുക്കിയെങ്കിലും കണ്ണുകൾ ചുറ്റും പാഞ്ഞത് എന്നും വരുമ്പോൾ കാണുന്ന ഒരുവളുടെ അവിടെ എങ്ങും കാണാഞ്ഞതും കണ്ണൊന്ന് ചെറുതായി. നീ ഇതെന്താലോചിച്ച് നിൽക്കുക? ഒരിക്കൽ കൂടി അച്ഛന്റെ ചോദ്യം എത്തിയതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പതിവ് പോലെ ടേബിളിന് മുകളിൽ തന്റെ സ്പെഷ്യൽ ചായ ഇരിപ്പുണ്ട്. അതിപ്പോ കൊണ്ടുവച്ച പോലെ ആവിച്ചുരുളുകൾ മുകളിലേക്ക് തീർക്കുന്നുണ്ടായിരുന്നു. അവൻ അതും കയ്യിലെടുത്ത് മൂടി പോലും ചീപ്പാതെ വേഗം പുറത്തേക്ക് വന്നു. പക്ഷെ കണ്ണുകൾ തേടിയ ആളെ കണ്ടില്ല. ചുറ്റുമൊന്ന് നോക്കി അവൻ സോഫയിലേക്ക് ചെന്നിരുന്നു. അവിടെ അച്ഛന്റെ വാർത്തയും മോളുടെ ലില്ലിയും തമ്മിൽ അടി നടക്കുകയാണ്. ഇത്തിരി നേരം കൂടി അവിടെ ഇരുന്നിട്ട് മണിക്കുട്ടി അവിടെ കാണാതെ വന്നതും അവൻ നെറ്റിയൊന്ന് ചുളിച്ചു. അച്ഛനോട് അവൾ എന്തേന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ രാവിലത്തെ പോലെ ഒരു കളിയാക്കി ചിരി പിന്നെയും കാണേണ്ടി വരും. അത് വയ്യാത്ത പോലെ അവൻ ആ ചൂട് ചായ വേഗത്തിൽ കുടിക്കാൻ നോക്കി. ഉഫ്, നാക്ക് പൊള്ളിച്ചോടാ. തിളച്ച ചായയല്ലേ, അത് പതുക്കെ കുടിക്കണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? കൈമളി മാഷിന്റെ ദേഷ്യപ്പെടൽ കേട്ടെങ്കിലും മറുപടിയൊന്നും കൊടുക്കാതെ അവൻ വേഗം ആ കപ്പുമായി അടുക്കളയിലേക്ക് എത്തിയതും അവളെ അവിടെ എവിടെയും കണ്ടില്ല. ഹരിയുടെ മുഖം തന്നെ മാറി. അവൻ വേഗത്തിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും കേൾക്കുന്നത്, കണ്ണിന് വയ്യ പൂവേ, നീ ഇടയ്ക്കിടെ ചെന്ന് അവളോട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു വാശി പിടിക്കല്ലേ. അവൾ കുറച്ചുനേരം ഒന്ന് കിടന്നോട്ടെ. മാഷിന്റെ വായിൽ നിന്ന് അത് കേട്ടതും ഹരി വേഗത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നിന്നു. കൺമണിക്ക് എന്താച്ചാ? വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? അത്രയും ആശങ്കയോടെ വെപ്രാളത്തിൽ ചോദിക്കുന്ന മകന്റെ മുഖത്തേക്ക് കൈമള് ഒരു നിമിഷം ഒന്ന് നോക്കി. അവൾക്ക് എന്തോ വയ്യാഴിക, കിടക്കുവാണ്. മോളാണെങ്കിൽ അവിടെ അടുത്തിരിക്കാനും കളിക്കാനും ഒരേ വാശി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവളുമായി അപ്പുറത്തോട്ട് പോവാ. നീ മണിക്കുട്ടി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കൂടുതലൊന്നും പറയാതെ മാഷ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും
അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ അടുത്തേക്ക് ഹരി വേഗത്തിൽ ചെന്നു. വേഗം ചെന്നവൻ അച്ഛന്റെ മുറിയിൽ നോക്കുന്നതും അവിടെ അവളെയെങ്ങും കണ്ടില്ല. വെപ്രാളത്തിൽ കട്ടിലും അവൾ കിടക്കുന്ന നിലത്തേക്ക് നോക്കിയതും പെണ്ണിന്റെ പായ അവിടെ മടക്കി വെച്ചിരിക്കുന്ന കണ്ടു. ആ വാതിലൊന്ന് ചേർത്ത് അടയ്ക്കാതെ തന്നെ അവൻ തൊട്ടടുത്ത മുറിയിലേക്ക് ചെന്നതും അരി ചാരി ഇട്ടിരിക്കുന്നതാണ് കണ്ടത്. സീറോ ബൾബിന്റെ വെട്ടമുണ്ട മുറിയിൽ. അവന്റെ കണ്ണുകൾ ആ വെട്ടത്തിൽ കട്ടിലിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ടു. അച്ഛൻ കയ്യിൽ ജപിച്ചു കൊടുത്ത ചരടിന്റെ ബലത്തിലാണെന്ന് തോന്നുന്നു ആളവിടെ സാധാ ലൈറ്റില്ലാതെ ഇങ്ങനെ ഇപ്പൊ കിടക്കുന്നത്. അവിടെ അച്ഛന്റെ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ ഇന്ന് ഇവിടെ എന്താ വന്നു കിടന്നേ എന്നുള്ളൊരു അങ്കലാപ്പിൽ ഹരി വേഗം പെണ്ണിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അട്ട ചുരുളും പോലെ വട്ടം ചുറ്റി കിടക്കുന്നവളെയാണ്. അവൻ വേഗം കട്ടിലിന്റെ മറുവശത്ത് അവൾക്കടുത്തേക്ക് ചെന്നു. കൺമണി. ആ വെളിച്ചത്തിലും വല്ലാതെ പിടയുന്ന മിഴികൾ കണ്ടവൾ ഉറങ്ങിയില്ല എന്ന് തോന്നിയവൻ മെല്ലെ വിളിച്ചതും പെണ്ണ് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. ഒപ്പം അത്രയും അടുത്ത് അവനെ കണ്ടതിന്റെ വെപ്രാളത്തിൽ ചാടി പിഴണ്ട് എഴുന്നേൽക്കുകയും ചെയ്തു. കൺമണി, നീ എന്താ ഇവിടെ? നിനക്ക് വയ്യേ? അവൾ കിടന്നതിന്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് അവളുടെ നെറുകിലും കഴുത്തിലും കൈവച്ചുകൊണ്ട് അവൻ വെപ്രാളത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അടുത്തു കണ്ട അവന്റെ രൂപവും സാമീപ്യവും ഒക്കെ കൂടി ആയതും പെണ്ണ് വെപ്രാളപ്പെട്ടുകൊണ്ട് കട്ടിലിൽ നിന്ന് പിഴഞ്ഞെഴുന്നേറ്റ് അല്പം പിന്നിലേക്ക് നീങ്ങിയിരുന്നു. അവളുടെ ആ പകപ്പ് കണ്ടപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് അവൻ ആലോചിക്കുന്നതും. അതുകൊണ്ട് തന്നെ ചൂട് നോക്കാനായി കഴുത്തിലേക്ക് വെച്ച കൈ താഴേക്കെടുത്തുകൊണ്ട് ഉള്ളിലെ വെപ്രാളം അവൾ അറിയാതിരിക്കാൻ എന്ന പോലെ അവൻ സ്വാഭാവികമായി അവളെ ഒന്ന് നോക്കി. എന്നെ നോക്കി മിഴിച്ചിരിക്കാതെ കാര്യം പറയുകൊച്ചേ. താൻ എന്തൊക്കെ ചോദിച്ചിട്ടും അവളുടെ നോട്ടം അങ്ങനെ നിൽക്കുന്നതല്ലാതെ മറുപടിയൊന്നുമില്ല എന്ന് കണ്ട് ഇത്തിരി ഗൗരവത്തിൽ അവൻ അവളോട് ചോദിച്ചു. അത് പിന്നെ തലവേദന കിടന്നതാണ്. തല കൊമ്പിട്ട് അവന്റെ മുഖത്ത് നോക്കാതെയാണ് അവന്റെ മുഖം കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഭയങ്കര തലവേദനയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണാം. വേണ്ട, ഞാൻ ഗുളിക കഴിച്ചിരുന്നു, കിടന്നാ മാറിക്കോളും. ഇത്തവണയും അവളുടെ കണ്ണുകൾ താഴ്ന്നു തന്നെയിരുന്നു. വയ്യെങ്കി വെച്ചുകൊണ്ടിരിക്കണ്ട, വാ. എന്തോ അവൻ തന്റെ വലതു കൈ അവൾക്ക് മുന്നിലേക്ക് നീട്ടി എഴുന്നേൽക്കാനായി പറഞ്ഞു. തന്റെ മുന്നിലേക്ക് നീണ്ട അവന്റെ കൈ നോക്കി പെണ്ണ് മിഴികൾ ഉയർത്തി. ആ മുഖത്ത് വല്ലാത്തൊരു ഭാവത്തോടെയാണ് നോക്കിയത്. അത് കണ്ടതും എഴുന്നേറ്റവൻ അവൾക്കരികിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു. നല്ല തലവേദന ഉണ്ടായിട്ടാണോ നീ കരയുന്നത്? ആ ഇരുണ്ട വെളിച്ചത്തിലും തിളങ്ങുന്ന അവളുടെ കണ്ണുനീർ തുള്ളിയെ അവൻ കണ്ടിരുന്നു. ഇത്തവണയും അല്ലെന്ന രീതിയിലുള്ള അവളുടെ തലയാട്ടല് കണ്ടിട്ട് ഹരിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മണിക്കുട്ടി, എഴുന്നേറ്റേ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. നീ പുറത്തു വന്നേ. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പാകത്തിനുള്ള തലവേദനയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കണ്ട, പുറത്തിരിക്കാം. അവൻ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞതും പെണ്ണ് തിരിച്ചൊന്നും പറയാൻ അറിയാത്ത പോലെ മെല്ലെ കട്ടിൽ നിന്നും തിരങ്ങി താഴെ ഇറങ്ങി. ഇപ്പോഴും ആ മുഖം താഴ്ന്നു തന്നെയാണ്. തന്നെ വെറുതെ പോലും നോക്കുന്നില്ല. ഇവള് ഇങ്ങനെയൊന്നുമല്ല. എന്ത് കാര്യത്തിലും നല്ല മറുപടിയും പറഞ്ഞ് സാധാരണ വഴക്കുണ്ടാക്കി നടക്കുന്ന പെണ്ണിന്റെ ഈ ഒരു ഭാവം കരിയെ കുറച്ചൊന്നുമല്ല. എന്താടി, വയ്യേ നിനക്ക്? അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ആകെ തളർന്നുള്ള അവളുടെ നിൽപ്പ് കണ്ടതും വാതിലിന്റെ അടുത്ത് വരെ പോയവൻ തിരിഞ്ഞ് അവൾക്കരികിലേക്ക് ചെന്ന് ആ കൈത്തണ്ടയിൽ പിടിച്ച് അല്പം കൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്തവണയും അവളുടെ മറുപടി ഇല്ലെന്ന് തന്നെ ആയതും ഹരി അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തു പറ്റി? വയ്യാതായോ നിനക്ക്? അവൾക്കരികിലേക്ക് ചേർന്ന് അത്രയും മൃദുവായി മെല്ലെ ആ കാതിൽ തട്ടുന്ന രീതിയിലാണ് അവനത് ചോദിച്ചത്. ആ നിശ്വാസം കാതിലേക്ക് വന്ന് തട്ടിയതും അവളൊന്ന് പിടഞ്ഞു. ശരീരമാകെ കുളിർന്ന പോലെ അവളുടെ രോമങ്ങളെല്ലാം തിരി പിടിക്കും പോലെ എഴുന്നേറ്റ് നിന്നു. അവളുടെ ആ പറച്ചിലിൽ ഹരിയുടെ ശരീരം അറിഞ്ഞ പോലെ അവന്റെ ശരീരവും ഒന്ന് വിറച്ചു. അവൻ മെല്ലെ അവൾക്കരികിൽ നിന്നും മാറിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ആണോ? വളരെ കാര്യമായിട്ടായിരുന്നു അവന്റെ ചോദ്യമെങ്കിലും പെണ്ണിനെന്തോ അതിന് മറുപടി പറയാൻ നാണക്കേട് പോലെ അവൾ ആ മുഖം ഉയർത്താതെ വെറുതെ ഒന്നും മൂളുകയാണ് ചെയ്തത്.
ഒരിക്കൽ കൂടി ചോദിച്ചതിന് അല്ലെന്ന രീതിയിൽ പെണ്ണ് മെല്ലെയാണ് തലയാട്ടിയത്. അതോടെ അവന്റെ മുഖം ആകെ പിന്നെയും സംശയമായി. കാരണം അവളുടെ രൂപവും ഭാവവും പ്രവൃത്തികളും ഒന്നും അങ്ങോട്ട് മാച്ച് ചെയ്യാത്ത പോലെ. ബാ. അവൻ നടന്നിട്ട് നിന്നു. അല്ല, നിനക്ക് എന്നാ ഡേറ്റ്? അറിഞ്ഞേ പറ്റൂ എന്ന രീതിയിലായിരുന്നു അവന്റെ ആ ചോദ്യം. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ അവൾക്ക് വയ്യെന്നായി. നാളെയോ മറ്റന്നാളോ ആവും. അത് കേട്ടതും ആശ്വാസം പോലെ അവനൊന്ന് മൂളി. അറിയാതെയാണെങ്കിലും അവൻ ആ നിമിഷം നീരജയെ ഓർത്തു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവൾ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഓർത്തതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പിന്നിൽ വരുന്ന ആളെ നോക്കി. വയ്യാതിരിക്കുന്ന ടൈമിന്റെ മുന്നോടിയായി ഉണ്ടാകുന്ന മൂഡ് സ്വിംഗ് ആയിരിക്കും ഇപ്പോഴെന്നുള്ള അവളുടെ ഈ ഭാവമെന്ന് ആശ്വാസത്തോടെ ഓർത്താണ് ഹരി മുറിയിൽ നിന്നും ഇറങ്ങിയത്. പോയി TV കണ്ടോ? ഞാൻ ഇപ്പോൾ വരാം. താൻ അടുക്കളയിലേക്ക് നടക്കുന്നതിന് പിന്നാലെ തന്നെ വരുന്നവളോടായി അവൻ പറഞ്ഞു. ഞാൻ പൊന്നിന്റെ അച്ഛൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അവൻ അടുക്കളയിലേക്ക് പോകുന്ന കണ്ട് മെല്ലെ അവൾ പറഞ്ഞു. തൽക്കാലം നീയൊന്നും ചെയ്തു തരണ്ട, പോയിരുന്നോ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അവൻ അങ്ങനെ പറഞ്ഞിട്ടും പെണ്ണ് 1-2 നിമിഷം കൂടി അവിടെ നിന്ന് തത്തിക്കളിച്ചു. ഇനി എന്റെ വായിൽ നിന്ന് വഴക്ക് കേൾക്കാതെ നീ പോയിരിക്കില്ലേ? ആ ശബ്ദം അല്പം ഉയർന്നതുമല്ല. അവളുടെ ചുണ്ട് പിന്നെയും കുർത്തു. കണ്ണുകൾ വിതുമ്പാൻ എന്ന പോലെ അവനിലേക്ക് ഒരു നോട്ടം പായിച്ചു. ചെല്ലു, എന്നിട്ട് അവിടെ പോയിരുന്നെങ്ങാനും അടങ്ങിയിരിക്കാൻ നോക്കുവച്ചേ. അവൻ കണ്ണൊന്ന് ചിമ്മിച്ച് പറഞ്ഞതും പെണ്ണ് സമാധാനത്തോടെ സോഫയിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നിട്ടും അവളുടെ കണ്ണുകൾ മുഴുവൻ സമയം അടുക്കളവാതിലിന്റെ അവിടെ തന്നെയായിരുന്നു. ഇത്തിരി കഴിഞ്ഞതും കയ്യിൽ ഒരു കപ്പുമായി ഇറങ്ങി വരുന്നവനെ കണ്ട് അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി. ഇത്തിരി മുന്നേ പൊന്നിന്റെ അച്ഛന് താൻ ചായ കൊണ്ട് കൊടുത്തതാണല്ലോ, വീണ്ടും വേണമായിരുന്നോ ആവോ എന്നൊരു ചിന്തയിൽ അവനെ തന്നെ നോക്കിയിരുന്നവളുടെ മുന്നിലേക്ക് അവനൊരു ഗ്ലാസ് നീട്ടി. ബൂസ്റ്റ് ഇട്ട പാലാണ്, കുടിച്ചോ. ആകെ ചടഞ്ഞുകൂടിയുള്ള അവളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം വൈകുന്നേരം വന്നിട്ട് ഒന്നും കഴിച്ചു കാണില്ലെന്ന്. ഈ നേരത്ത് ആഹാരം കഴിക്കാൻ വിളിച്ചാൽ വരില്ലെന്ന് തോന്നിയിട്ടാണ് പാല് കാച്ചി ബൂസ്റ്റ് ഇട്ട് കൊണ്ടുവന്ന് കൊടുത്തത്. മോളെപ്പോലെ തന്നെ ഇവൾക്കും വലിയ പ്രിയമാണ് ബൂസ്റ്റ്. രണ്ടും കൂടി വെറുതെ വാരി തിന്നുന്ന കാണാം. നേരത്തൊക്കെ മാസത്തിൽ 1 ബോട്ടിൽ എന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 3 ബോട്ടിലായി മാറിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാലും അനുസരിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് രണ്ടും കൂടി എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്ന് കരുതി താനോ അച്ഛനോ ഒന്നും ഇപ്പൊ വന്നുവെന്ന് മിണ്ടാറില്ല അതിനെപ്പറ്റി. ഞാൻ നല്ലോണം ആറ്റിയിട്ടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ, നീ അത് വേഗം കുടിച്ചേ, ക്ഷീണം മാറട്ടെ. കയ്യിലിരിക്കുന്ന ഗ്ലാസ് വെച്ച് ചുറ്റും നോക്കുന്നവളെ കണ്ട് ഹരി ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. അതെ, പൊന്നെവിടെ? ചുറ്റും പാഞ്ഞ കണ്ണുകളിൽ മോളെ കാണുന്നതും അവൾ ഇത്തിരി വെപ്രാളത്തോടെയാണ് ചോദിച്ചത്. അത് അച്ഛൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എവിടെ? സീതമ്മയുടെ അടുത്തേക്കോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ടതും ഹരി ഇരുന്നിടത്ത് നിന്ന് വേഗം എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. എന്താടി, എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരയുന്നത്? പെണ്ണിന്റെ മൂഡ് സ്വിങ്സ് മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ കരച്ചിൽ കണ്ട ദേഷ്യത്തിൽ ഹരി നല്ലോണം ഒച്ചയെടുത്താണ് അത്രയും ചോദിച്ചത്. പൊന്നിന്റെ അച്ഛൻ എന്നോട് മിണ്ടണ്ട. എനിക്കറിയാം പൊന്നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല. ഏങ്ങിക്കരഞ്ഞ് പിൻകയ്യാലെ കണ്ണും തുടച്ച് മൂക്കും വലിക്കുന്നവളുടെ സംസാരം കേട്ടതും ഇത്തവണ ഞെട്ടി നിന്നത് ഹരിയായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.